എല്ലാ പിത്താശയ കല്ലുകൾക്കും ഓപ്പറേഷൻ ആവശ്യമാണോ? നമ്മുടെ വയറിന്റെ വലതുവശത്തായി ലിവറിന്റെ താഴെയായാണ് പിത്താശയം സ്ഥിതി ചെയ്യുന്നത്. പിത്താശയത്തിന്റെ ഫംഗ്ഷൻ പിത്തരസം അഥവാ ബൈൽ സ്റ്റോറേജ് ആണ്. പിത്താശയത്തിൽ കല്ല് കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. മറ്റു കാരണങ്ങൾ പറയുന്നത് ഒബീസിറ്റി, അമിതവണ്ണമുള്ള ആളുകളിൽ, ഹൈ ഫാറ്റ് ഡയറ്റ്, സ്ഥിരമായി പൊരിച്ചത് വറുത്തത് കഴിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെ ലിവർ ഡിസീസ് ഉള്ള ആളുകളിൽ, പ്രഗ്നൻസി, അമിതമായി പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളിലും പിത്താശയത്തിൽ കല്ല് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിത്താശയ കല്ലിന്റെ പ്രധാന ലക്ഷണം വയറുവേദന തന്നെയാണ്. നമ്മുടെ വയറിന്റെ വലതുവശത്തായി കഠിനമായ വേദന അനുഭവപ്പെടുക. ചിലപ്പോൾ ആ വേദന പുറകിലോട്ടും വലത് ഷോൾഡറിന്റെ ഭാഗത്തോട്ടും അനുഭവപ്പെട്ടേക്കാം. വേദന കൂടുതലായും കാണപ്പെടുന്നത് നല്ല ഹെവി ഫാറ്റി മീൽസ് കഴിക്കുന്ന സമയത്താണ്. പിത്താശയ കല്ല് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വയറിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതോടുകൂടി കണ്ടെത്താവുന്നതാണ്. എന്നാൽ 50 മുതൽ 75% ആളുകളിലും പിത്താശയ കല്ല് കണ്ടെത്തുന്നത് മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ടോ നമ്മുടെ വയറിന്റെ സ്കാൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. എന്നാൽ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ലക്ഷണമൊന്നുമില്ലാത്ത പിത്താശയ കല്ലുകൾക്ക് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. പിത്താശയ കല്ല് കാരണം സ്ഥിരമായി വേദന അനുഭവിക്കുന്ന ആളുകൾ, സിംറ്റമാറ്റിക് പേഷ്യൻസ്, പിത്താശയ കല്ല് കാരണം ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷനുകളായ അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്, പിത്താശയത്തിൽ നീർക്കെട്ടും പഴുപ്പും രൂപപ്പെടുന്ന അവസ്ഥ, പിത്താശയ കല്ല് കാരണം മഞ്ഞപ്പിത്തം രൂപപ്പെടുന്ന ആളുകൾ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. ഇത്തരം സിംറ്റമാറ്റിക് രോഗികൾക്ക് വയറിന്റെ മുൻവശത്തായി ചെറിയ 3-4 മുറിവുകൾ ഉണ്ടാക്കി കീഹോൾ സർജറിയായ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി അല്ലെങ്കിൽ റോബോട്ടിക് അസിസ്റ്റഡ് കോളിസിസ്റ്റക്ടമിയിലൂടെ നമുക്ക് പിത്താശയം എടുത്തു മാറ്റാവുന്നതാണ്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, പിത്താശയം എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തെ അത് സാരമായി ബാധിക്കില്ല എന്ന്. എന്നാൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ലിവറിനകത്താണ്. ഏകദേശം 500 ml പിത്തരസം ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏകദേശം 30 ml മാത്രമാണ് പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിത്താശയം എടുത്തു മാറ്റുന്നത് കൊണ്ട് നമ്മുടെ ദഹനത്തെ അത് സാരമായി ബാധിക്കുന്നില്ല.